അങ്ങനെ 2024 ആദ്യത്തെ തിയേറ്റർ വാച്ച് ആയിട്ടുള്ള ആട്ടം ഇന്ന് കണ്ടു. പടം വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്തത്. ബട്ട് ഇന്നാണ് പടം കാണാൻ പറ്റിയത്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം പിഴച്ചില്ല. നല്ല ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടം ഓഫർ ചെയ്തത്. ആനന്ദ് ഏകർഷി തന്നെയാണ് ഈ സിനിമയുടെ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത്രയും നല്ലൊരു കാസ്റ്റിനെ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് റോളുകൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആൻഡ് സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒന്നായിരിക്കണം. ആൻഡ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പോസിറ്റീവ് അതാണ്. നല്ലൊരു സ്ക്രിപ്റ്റ്, അതിനനുസരിച്ചിട്ടുള്ള എല്ലാവരുടെയും കിഡിലൻ പെർഫോമൻസ്. ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഒരു നടിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇഷ്യൂ ആൻഡ് ആ ഒരു ഇഷ്യൂവിന്റെ മേൽ ഇവർ ഒരു തീരുമാനം എടുക്കാനായിട്ട് കൂട്ടം കൂടുന്നു, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കുന്നു. ഈ ഒരു മീറ്റിംഗിന് ശേഷം പിന്നീട് ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള തീം. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാവരും മെയിൻ ആയിട്ടുള്ള ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഒപ്പം വന്നിട്ടുള്ള എല്ലാ ലീഡിങ് കാസ്റ്റ് മെമ്പേഴ്സും അവരവരുടെ റോള് നല്ല സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തു പറയാം. റോളായിരുന്നില്ല, എല്ലാവരും ജീവിക്കുക തന്നെയായിരുന്നു. കാരണം ഒരു റൂമിൽ ഇരുന്ന്, ഒരു മീറ്റിംഗ് ഹാളിൽ ഇരുന്നിട്ട് എല്ലാവരും ചർച്ച ചെയ്യുക, ഒരു ഡൈനിങ് ടേബിളിൽ ചുറ്റും ഇരുന്ന് എല്ലാവരും ചർച്ച ചെയ്യുക. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ചർച്ച ചെയ്യുന്നത് കാണാം. ഈ കാണുമ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരഭിപ്രായങ്ങൾ പറയുന്ന ഒരാള് മറ്റൊരാളെ എതിരഭിപ്രായം പറയണു, അവരുടെ ഇടയിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാവുന്നു, അപ്പൊ മറ്റൊരാൾ അഭിപ്രായം പറയണു. ഇങ്ങനെയുള്ള ഒരു സംഭവം ഇത്രയും നാച്ചുറൽ ആയിട്ട് വളരെ സൂപ്പർ ആയിട്ട് തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അതിലുള്ള എല്ലാവരുടെയും എല്ലാവരുടെയും പേര് എനിക്ക് അതിൽ അറിയില്ല, പക്ഷെ എല്ലാവരും നല്ല സൂപ്പർ അഭിനയം തന്നെ കാഴ്ചവെച്ചു. അഭിനയം എന്നല്ല ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കുക തന്നെയായിരുന്നു എന്ന് പറയാം. അതത് റോളുകളിൽ ജീവിക്കുക തന്നെയായിരുന്നു. വിനയ് ഫോർട്ടിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. അത് ആളുടേതായിട്ടുള്ള ആ ഒരു സംസാര ശൈലിയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സൈഡ് ഉണ്ടാവും. ആള് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യങ്ങൾ, അത് ഏത് സൈഡിൽ നിൽക്കണം എന്നുള്ള ആ ഒരു ഇത്, ചാഞ്ചാട്ടമൊക്കെ വളരെ നൈസായിട്ട് തന്നെ അവതരിപ്പിച്ചു. നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. സെറിൻ ഷിഹാബ് ചെയ്ത അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ ഒരു തിയേറ്റർ പ്ലേയിലുള്ള ഈ നടിയുടെ ക്യാരക്ടർ വളരെ നൈസായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ എന്താണോ കിട്ടിയ റോൾ അത് കിടിലനായിട്ട് തന്നെ ചെയ്തു. ഇപ്പൊ ഫാമിലി മാനിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആക്ട്രസിനെ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള ഇപ്പോ B32 മുതൽ 44 വരെ, പിന്നെ ഈ സിനിമ നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള കിടിലൻ ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. ആനന്ദ് ഏകർഷി ഇനിയും ഇതുപോലുള്ള നല്ല തീമുകൾ വെച്ചിട്ടുള്ള സിനിമകൾ തരാൻ സാധിക്കട്ടെ എന്ന് പറയാണ്. ഷാജോന്റെ ഒരു ക്യാരക്ടറും, ഒരു ഹരി എന്ന് പറയുന്ന ഒരു ആക്ടർ ഈ ഒരു തിയേറ്റർ പ്ലേയിലുള്ള ഒരു ലീഡിങ് എന്താ പറയാ മെമ്പർ എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ വളരെ നൈസായിട്ട് തന്നെ ചെയ്തു. പിന്നെ പറയേണ്ടത് ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ ആണ്. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഡിസൈൻ തന്നെയായിരുന്നു. കാരണം ഒരു ചേംബറിൽ ഇരുന്നുകൊണ്ട് ചേംബർ സസ്പെൻസ് എന്ന് പറയുന്ന ആ ഒരു ജനറൽ പെടുത്താവുന്ന ഈ സിനിമയിൽ അനാവശ്യമായിട്ടുള്ള BGMകൾ കുത്തിക്കയറ്റാതെ എവിടെയാണ് എന്താണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് സൈലൻസ് കൊണ്ടുവരണം, ഇവിടെ പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു ആംബിയൻസിൽ എന്തൊക്കെ സംസാരിക്കുന്നു, കാറ്റ്, മഴ എന്നുള്ളതിനൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും വളരെ നീറ്റ് ആയിട്ട് തന്നെ എനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു പോരായ്മ സിനിമയിൽ തോന്നിയില്ല. കാരണം എല്ലാം എന്താണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് തന്നെ ചേർത്തുകൊണ്ട് സ്ക്രീനിലേക്ക് എത്തിക്കാനും പ്രേക്ഷകനെ അതിനനുസരിച്ചിട്ട് കൺവിൻസ് ചെയ്യിക്കാനും ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന് സാധിച്ചു. ആൻഡ് ഓൾ ഓവർ എല്ലാവരും അവരവരുടെ പാർട്ടി കിടിലനായിട്ട് തന്നെ ചെയ്തു. പ്രത്യേകിച്ച് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, അവരുടെ ആ സൗണ്ട് ഡിസൈൻ ചെയ്ത ആൾക്കാരൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തു. ആൻഡ് ബേസിൽ CG ആണ് ഇതിന്റെ സൗണ്ടിന്റെ ഒരു മ്യൂസിക്കിന്റെ ഒരു ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയണത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചില സീനിൽ ഇപ്പോൾ ഒരു ഫോൺ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്പീക്കറിൽ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ എന്ത് സൈലൻസ് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും കേൾക്കാനായിട്ട് ഇരിക്കുകയാണ് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള മൊമെന്റ്സുകൾ കൊണ്ട് തന്നെ ഈ സിനിമ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു കിടിലൻ സിനിമ തന്നെയാണിത്. എന്തായാലും നിങ്ങൾ പടം തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഒരു തരത്തിലും ഡിസപ്പോയിന്റ് ചെയ്യാത്ത നല്ലൊരു സിനിമ തന്നെയായിരുന്നു ആട്ടം. എന്തായാലും പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ